വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീഡിംഗ് പാർട്ട് എയുടെ കുറച്ച് ടിപ്സ് ആണ് നോക്കുന്നത്. കുറച്ച് പേർക്കുള്ള കോമൺ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പാർട്ട് എയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടായാൽ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? പാർട്ട് എയുടെ ആൻസേഴ്സ് നമ്മൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണോ സ്മോൾ ലെറ്റേഴ്സ് ആണോ യൂസ് ചെയ്യാൻ പറ്റുന്നത്? 2 ways to answer the questions and different methods to answer the questions. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടായാൽ കുഴപ്പമുണ്ടോ എന്നാണ്. ഓൾറെഡി റീഡിംഗ് ആകുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നോക്കി നമ്മൾ ഇപ്പുറത്തോട്ട് എഴുതുകയാണ്. അപ്പം നോക്കി എഴുതുമ്പോൾ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നാൽ അവർ മാർക്ക് തരുമോ? നമുക്ക് ഇല്ല. പക്ഷേ ലിസ്ണിങ്ങിൽ ഈ ഒരു പ്രശ്നമില്ല, മീനിങ് മാറാതിരുന്നാൽ മതി, കേട്ടതുപോലെ എഴുതിയാൽ മതി. പക്ഷേ റീഡിങ്ങിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നാൽ അവർ മാർക്ക് തരില്ല. അടുത്തത് ക്യാപിറ്റൽ ലെറ്ററിലാണോ സ്മോൾ ലെറ്ററിലാണോ പാർട്ടിയിലെ ആൻസേഴ്സ് ചെയ്യുന്നത്? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ക്യാപിറ്റൽ എഴുതണോ സ്മോൾ ലെറ്റർ എഴുതണോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ എന്ത് എഴുതിയാലും അത് ക്ലിയർ ആയിട്ട് എഴുതുക. കാരണം ഇത് പാർട്ട് മാനുവലായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവണം നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസർ ഇതാണെന്നുള്ളത്. സോ നല്ല ക്ലിയർ ആയിട്ട് എഴുതുക. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത്. അതായത് 2 രീതി നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾ ഹെഡിങ്സ് ഒന്ന് നോക്കി എന്നിട്ട് അതിനകത്തുള്ള കോണ്ടന്റ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് സ്കാൻ ചെയ്തു എന്നിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യുന്നതാണ് ഒരു രീതി. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഹെഡിങ്സ് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പിന്നെ വന്ന് നമ്മൾ ആൻസർ സെർച്ച് ചെയ്യുന്നതാണ് രണ്ടാമത്തെ രീതി. ഈ 2 ഡിഫറെൻറ്റ് വേസ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ്. 2 രീതിയിൽ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന് 1 to 20 ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ 8 to 20 ആദ്യം ചെയ്തിട്ട് പിന്നെ 1 to 7 ചെയ്യാം. സോ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ 1 to 20 ആൻസർ ചെയ്യുമ്പം 1 to 7 എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു കൈൻഡ് ഓഫ് സ്കാൻ തന്നെയാണത്. ആ 1 to 7 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് കീവേഡ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് 8 to 20 ചെയ്യുമ്പോൾ അത് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ളത് 8 to 20 ആദ്യം ചെയ്തിട്ട് 1 to 7 ചെയ്യാണ്. ഈ 8 to 20 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫുള്ളായിട്ടൊരു ഐഡിയ കിട്ടും എന്താണ് ഈ ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് 1 to 7 ഓൾമോസ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ടിപ്പായിട്ട് വീണ്ടും കാണാം. ഐ എം ഷാരിക ഫ്രം ടിജു അക്കാഡമി. ബൈ.